ഇന്ന് ചേലപത്മത്തിലെ അതിഥി റേച്ചൽ ജോൺസനാണ്. റേച്ചൽ ജോൺസനെ ഞാൻ റേച്ചലേച്ചി എന്നാണ് വിളിക്കുക. അതിൻ്റെ കാരണം ഞങ്ങൾ ബന്ധുക്കളാണ്. ബന്ധം എന്ന് വെച്ചാൽ എൻ്റെ നാത്തൂനാണ്. നാത്തൂൻ എന്ന് പറഞ്ഞാൽ നാത്തൂൻ ബന്ധമല്ല, വളരെ അടുത്ത ബന്ധം തന്നെ. ചേച്ചി അനിയത്തിയും പോലെയാണ് നാത്തൂൻ ബന്ധം എന്ന് പറയാൻ നാത്തൂൻ ബന്ധം എന്ന് പറയാൻ പറ്റില്ല, ഒരു കൂട്ടുകാർ ബന്ധം അങ്ങനെ പറയാം, അതാ നല്ലത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വല്യപ്പൻ്റെ മകളാണ്. 8 സഹോദരങ്ങളും 22 മക്കളുള്ള വലിയ കൂട്ടുകുടുംബത്തിലെ ആദ്യത്തെ കൺമണിയാണ് റേച്ചലേച്ചി. അപ്പോൾ എല്ലാവർക്കും അതുകൊണ്ട് റേച്ചലേച്ചിനെ വലിയ കാര്യമാണ്. അപ്പോൾ ഞങ്ങളുടെ തറവാട്ടിലെ എല്ലാ ഫംഗ്ഷനും റേച്ചലേച്ചി വരും. റേച്ചലേച്ചി വരാത്തൊരു ഫംഗ്ഷൻ ഉണ്ടായിട്ടുണ്ടാവില്ല. അത് മാത്രമല്ല, വരുമ്പോൾ സ്ഥിരമായിട്ട് സാരി ഉടുത്ത് വരിക റേച്ചലേച്ചിയാണ്. എന്താ റേച്ചലേച്ചി അങ്ങനെ സ്ഥിരമായിട്ട് സാരി ഉടുക്കാനുള്ള എൻ്റെ കാരണം? സാരി എന്ന് പറയുന്നത്, സാരി ഉടുക്കുമ്പോഴാണ് നമുക്കൊരു ഭംഗി, ആ ഒരു മലയാളിത്വം, കേരളത്തിൻ്റെ ഒരു ആ തനിമ ആ സാരിയിലാണ് വരുന്നത്. അതുകൊണ്ടാണ് സാരി. പിന്നെ അത് തന്നെയല്ല, വീട്ടില് സാരി ഉടുത്താണ് പഠിച്ചു വന്നിട്ടുള്ളത്. വീട്ടുകാർക്കും എന്നെ കല്യാണം കഴിച്ചിട്ടുള്ളത് ആ വീട്ടുകാർക്കും സാരിയോടാണ് താല്പര്യം. ഭർത്താവിന് സാരി എടുക്കുന്നതാണ് താല്പര്യം. പിന്നെ എൻ്റെ നാത്തൂനായാലും നാത്തൂമാരായാലും അമ്മയായാലും, അമ്മ എന്ന് പറയുന്നത് അമ്മായിയമ്മ നന്നായി സാരി എടുക്കും. വീട്ടിലും സാരി വീട്ടിലും സാരി തന്നെ. വീട്ടിലും സാരി എടുക്കാന്ന് പറഞ്ഞാൽ ഏത് പണിയെടുക്കായാലും ആ സാരി അങ്ങനെ തന്നെ നിൽക്കുന്നത് അമ്മയുടെ ഒരു ഗുണാട്ടാ അത്. അതുപോലെ സാരി വളരെയധികം സെലക്റ്റീവായിട്ടാണ് എടുക്കുക. നല്ലോണം സമയമൊക്കെ എടുത്ത് ഓരോ സാരിയും ഓരോ കവിതയാണെന്ന് പറയുന്ന പോലെയാണ്. അത്രയ്ക്കും ഭംഗിയൊക്കെ നോക്കി മാച്ച് ചെയ്ത് അല്ലേ? അങ്ങനെയല്ലേ സാരി എടുക്കാനും നല്ല സമയം എടുക്കും. അതുപോലെ ഭംഗിയിൽ തന്നെയാണ് ഉടുത്ത് വരിക. സാരിയോടുള്ളൊരു സ്നേഹം നമുക്കത് ഉടുക്കുന്നത് കണ്ടറിയാം. ആ സാരി ഉടുക്കുന്നതിലൊരു ബഹുമാനവും സ്നേഹവും ഉണ്ടെന്നുള്ളത് സാരി ഉടുക്കുന്നത് കണ്ടാലറിയാം. തറവാട്ടില് ഇപ്പോൾ ഞാൻ പറയാൻ, എന്നെ കല്യാണം കഴിച്ചു വിട്ടു. അത് കഴിഞ്ഞിട്ട് ലിൻ്റെ കല്യാണം കഴിച്ചു വന്നു. ലിൻ്റെ സാരി എടുത്ത് കാണുന്നത് എപ്പോഴും സാരി എടുത്തിട്ടാടാ. പിന്നെ സാരി എടുക്കാന്ന് പറയുന്നതല്ല, ആ സാരി ഒരു നമ്മളൊക്കെ ഞൊറിയിട്ട് നല്ല അടക്കി ഇങ്ങനെ വയ്ക്കില്ലേ, അങ്ങനെയല്ല ലിൻ്റെ സാരി എടുക്കുക. സാരി ഒരു വെറുതെ ഒരു അലസായിട്ടിടില്ലേ, അതേപോലെയാണ് ലിൻ്റെ സാരി എടുത്ത് വരിക. പക്ഷെ അത് ഭംഗിയുണ്ട് കേട്ടോ, ലിൻ്റെക്ക് ഭംഗിയുണ്ട്. റേച്ചലേച്ചി മന്ത്രകോടി സാരിയൊക്കെ എടുക്കല് ഒരു ചടങ്ങല്ലേ, അതേ കുറിച്ചിട്ടൊന്ന് പറയാൻ പറ്റുമോ? മന്ത്രകോടി എടുക്കുക എന്ന് പറയണത് അതൊരു ചടങ്ങാണ്. നമ്മുടെ 2 വീട്ടുകാരും, ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും കൂടി വന്ന് എടുക്കണതാണ് മന്ത്രകോടി സാരി. 2 വീട്ടുകാരും ഏത് സ്ഥലത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞ് അവിടെ വന്ന് കൂടിച്ചേർന്ന് 2 വീട്ടുകാരും സാരി എടുത്ത് ഭക്ഷണം കഴിച്ച് പിരിയണം. അന്നാണ് ചെറുക്കനും പെണ്ണും ഒന്ന് അടുത്ത് കാണുന്നത്. അപ്പൊ ഇതാണ് 31 വർഷം പഴക്കമുള്ള മന്ത്രകോടി സാരി. ഇത് എല്ലാവരും പൊന്നുപോലെ സൂക്ഷിച്ചു വെക്കുന്ന സാരിയാണ്. ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് ആദ്യം കിട്ടുന്ന ഒരു സാരിയാണല്ലോ, അത് മരണം വരെ നമ്മുടെ കൂടെ ഉണ്ടാവും. നല്ല ഭംഗിയുള്ള കളറ്, നിറയെ മയിലിൻ്റെ ഡിസൈനുള്ള സാരിയാണ്. മാത്രമല്ല, ഒരു മയിലിൻ്റെ മുകളിൽ ഒരു കുഞ്ഞുമയിൽ വേറെ കയറി ഇരുന്നിട്ട് ഇങ്ങനെ അവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ സാരിയുടെ ഒരു ഡിസൈൻ. ആ യാത്രയാണ് ഇപ്പോൾ ലില്ല വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോണത്. മയിലിൻ്റെ പുറത്തിരുത്തി എന്നെ കൂട്ടിക്കൊണ്ട് പോണതാണെന്ന് എനിക്ക് തോന്നണേ. മന്ത്രകോടി സാരി കൈമാറി ഉടുക്കാൻ പാടില്ലാത്ത ഒന്നാണ്. അതുകൊണ്ട് തന്നെ റേച്ചലേച്ചിനെ സാരി ഒന്ന് ഉടുത്ത് കാണണമെന്ന് മോഹമുണ്ട്. നമുക്കപ്പോൾ സാരി ഒന്ന് ഉടുത്തിട്ട് നോക്കാം അല്ലേ? ഇതാണ് മന്ത്രകോടി സാരി. ആദ്യമായിട്ട് സാരി ഉടുത്തതിനെ കുറിച്ച് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ആദ്യമായിട്ട് ഞാൻ സാരി എടുത്തത് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ്. പുഷ്പമാമിയാണ് എന്നെ സാരി ഉടുപ്പിക്കാനായിട്ട്, ഈ സാരി ഉടുത്ത് നോക്കുകയെന്ന് പറഞ്ഞിട്ട് സാരി പഠിപ്പിച്ചത് പുഷ്പമാമിയാണ്. ആ സാരി ഞൊറി ഇവിടെ നമ്മുടെ ഫ്രണ്ടിലത്തെ ഫ്ലീറ്റ്സ് ഇട്ട് എടുക്കുമ്പോൾ ആ ഞൊറി ഇങ്ങനെ വലിച്ചു കുത്തി ഉടുക്കണം എന്നുള്ളത് മാമിയാണ് പറഞ്ഞു തന്നുള്ളത്. മാമൊന്നുമില്ല, ഞങ്ങൾക്ക് അതിലൊരു വിഷമമുണ്ട്. മാമ പറക്കണ കാക്കോട് വരെ വർത്താനം പറയുന്ന ഒരാളാണ് കേട്ടോ. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന മേമയാണ്. അപ്പോൾ കല്യാണത്തിന് സാരി എടുക്കാൻ പുഷ്പമാമി ഉണ്ടായിരുന്നു? പുഷ്പമാമി ഉണ്ടായിരുന്നു, ലിൻഡേരെ അമ്മായിമ്മ ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി പോയിട്ടാണ് സാരി സെലക്ഷൻ വന്നിരുന്നത്.